நம சிவாய வாழ்க. நாதன்றே பாதம் வாழ்க. நம சிவாய வாழ்க. நாதன்றே பாதம் வாழ்க. എന്നെ നീ വെടിയുമോ നീണ്ടതാ മുടിക്കെട്ടിൽ തിങ്കൾക്കല അണിഞ്ഞോനെ. അല്ലയോ തിങ്കൾക്കല ചൂടിയ ഭഗവാനെ, അങ്ങ് എന്നെ ഒരിക്കലും വെടിയല്ലേ, എന്നെ കൈവിടല്ലേ. അപ്പോൾ താണു വീണ് കേണപേക്ഷിക്കുകയാണ് മാണിക്യവാചകർ. ഈശ്വര ഭഗവാനെ, അല്ലയോ ശിവദേവ, അങ്ങ് എന്നെ ഒരിക്കലും വെടിയരുതേ, കൈവെടിയരുതേ. അങ്ങയുടെ കൃപയാകുന്ന കരങ്ങൾ കൊണ്ട് എന്നെ മുറുകെ പിടിച്ചാലും. മന്നവാ തിളങ്ങുന്ന പൊന്നൊത്തു വിളങ്ങുന്ന മേനിയോട് കൂടിയവനെ, വളർ ജ്യോതിസ്വരൂപ, എന്നെ അങ്ങ് ഒരിക്കലും കൈവെടിയല്ലേ. അപ്പോൾ ശിവന് അനേകം പര്യായ പദങ്ങൾ, സ്തുതി ഗീതങ്ങൾ ആലപിച്ച് ശിവനെ സ്തുതിച്ച് പാടിയാണ്. നോക്കൂ എന്തൊക്കെയാണ്. ഉത്തരകോശമങ്കാ മന്നവ, പിന്നെ അതേപോലെ തന്നെ പൊന്നൊത്ത് വിളങ്ങുന്ന മേനിയാർന്നോനെ, വളർ ജ്യോതി സ്വരൂപ പര. അങ്ങനെ പരയായ പരശിവൻ്റെ ആ മഹത്വം ഉൾക്കൊള്ളുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നെ ഒരിക്കലും കൈവെടിയരുതേ. അനേകം സ്തുതിഗീതങ്ങൾ ആലപിച്ച് ശിവൻ്റെ പ്രീതിക്ക് വേണ്ടി, ശിവൻ്റെ കൃപയ്ക്ക് വേണ്ടി കരഞ്ഞ് വീണപേക്ഷിക്കുകയാണ് മാണിക്യവാചകർ. വഴി തടഞ്ഞിട്ടെന്നെ പീയൂഷ മൂട്ടിയോനെ, കൊഴിഞ്ഞുമാറുകിലും വെടിഞ്ഞിടുമോ എന്നെ. എരുതിക്കുള്ളിൽ വീഴും വിട്ടിലിനെ പോലെ മടുമൊഴിമാരുമൊത്ത് കഴിഞ്ഞു ഞാനെങ്ങും. വണ്ടുകളാർക്കുന്നതാം മലർമുടിയാർന്നവനെ, ഉത്തരകോശമങ്കാപുരത്തിനധിപതിയെ. അല്ലയോ ഉത്തരകോശമങ്കാപുരത്തിന് അധിപതിയായ ശിവഭഗവാനെ, വഴി തടഞ്ഞിട്ടെന്നെ പീയൂഷമുട്ടിയോനെ, എൻ്റെ വഴിയിൽ തടഞ്ഞു നിർത്തി പീയൂഷം അമൃത് എനിക്ക് നൽകിയവനാണ് അങ്ങ്. അപ്പോൾ എന്തൊരു കാരുണ്യവാനാണ് ശിവൻ. നോക്കൂ, എൻ്റെ ആ ആസക്തിയാർന്ന യാത്രയിൽ, ജീവിതാസക്തിയുടെ നീണ്ട യാത്രയിൽ എന്നെ ആ വഴിയിൽ നിന്ന് തടഞ്ഞു നിർത്തി എനിക്ക് അമൃതാകുന്ന ആ പരഭാവത്തെ ഊട്ടി വളർത്തിയ അല്ലയോ ഭഗവാനെ, അപ്പോൾ അങ്ങ് എനിക്ക് പീയൂഷമാകുന്ന അമൃതാകുന്ന ആ പരാവിദ്യ എനിക്ക് നൽകി അങ്ങ് എന്നെ ഈ ആസക്തിയുടെ, ജീവിതാസക്തിയുടെ, കാമാസക്തിയുടെ വഴിയിൽ നിന്ന് അങ്ങ് തടഞ്ഞു നിർത്തി. എരുതിക്കുള്ളിൽ വീഴും വിട്ടിലിനെ പോൽ ഞാൻ എങ്ങനെയായിരുന്നു? എരുതിയിൽ വീഴുന്ന ആ മിന്നാമിനിങ്ങിനെ പോലെയായിരുന്നു, വിട്ടിലിനെ പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ എരുതിയിൽ വീഴുന്ന ആ ശലഭത്തെ പോലെ ഞാൻ, ആ വിട്ടിലിനെ പോലെ ഞാൻ എരുതിയാകുന്ന ആ ലൗകിക ആസക്തിയുടെ എരുതിയിൽ വീണ് നശിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് അല്ലയോ ഭഗവാൻ അവിടുന്ന് എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ജീവിതാസക്തിയുടെ എരുതിയിൽ വീണ് നശിക്കാൻ പോകുന്ന ഒരു ചിത്രശലഭത്തെ പോലെ, ഒരു മിന്നാമിനുങ്ങിനെ പോലെ, ഒരു മഴയ്ക്ക് വരുന്ന ഈയാമ്പാറ്റയെ പോലെ ഞാൻ നശിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് അങ്ങ് എന്നെ ഈ നാശത്തിൽ നിന്ന്, എരുതിയിൽ വീഴുന്ന അവസ്ഥയിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിച്ച് എന്നെ പരാമാർഗത്തിലേക്ക് നയിച്ചത്. എങ്ങനെയാണ്? മടുമൊഴിമാരൊത്ത് കഴിഞ്ഞു ഞാൻ എന്നാലും. മടുമൊഴിമാരൊത്ത്, സുന്ദരികളായ സ്ത്രീകളോടൊത്ത് ഞാൻ ആ ഭോഗമാകുന്ന ആസക്തിയിൽ മുങ്ങി ജീവിച്ചപ്പോൾ അല്ലയോ ഭഗവാൻ അവിടുന്ന് എന്നേക്ക് പീയൂഷമാകുന്ന
അമൃതാകുന്ന ആ പരാവിദ്യ നൽകി എന്നെ അവിടുന്ന് ആ അപകടത്തിൽ നിന്ന്, ആ പടുകുഴിയിൽ വീഴുന്ന അവസ്ഥയിൽ നിന്ന്, ആ എരുതിയിൽ വീണ് നശിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഭഗവാനെ, അവിടുന്ന് ഉത്തരകോശമംഗാപുരത്തിന് അധിപനായ ഭഗവാനെ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ അങ്ങ് എന്തൊരു കാരുണ്യവാനാണ്. ഞാൻ എരുതിയിൽ ജീവിതാസക്തിയുടെ, ഭോഗ ആസക്തിയുടെ എരുതിയിൽ വീണ് നശിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് എനിക്ക് പരായുടെ അമൃത് നൽകിയ, പീയൂഷം നൽകിയ ഭഗവാനെ, അങ്ങ് എന്തൊരു കാരുണ്യമാണ് എന്നോട് കാണിച്ചത്, എന്തൊരു ദയാവായ്പാണ് എന്നോട് കാണിച്ചത്. അങ്ങനെ എൻ്റെ ജീവിതത്തെ നശിക്കാതെ അങ്ങ് ആ പരാ വഴിയിലൂടെ നടത്താൻ എനിക്ക് ശക്തി നൽകിയല്ലോ. അതിൻ്റെ മുമ്പിൽ ഞാൻ കൈകൂപ്പി വണങ്ങുന്നു. നോക്കൂ, നിൻ കൃപയെ അറിയാതെ തിരസ്കരിച്ചാൻ നിന്നെ ഞാൻ. ഉത്തരകോശമംഗാധിപ കൈക്കൊള്ളുക, ചെറിയ നായക്കൊത്ത ഞാൻ. പിഴയെല്ലാം പെരിയോർ ദയയാർന്ന് പുറത്തിയിടുകില്ലേ. എൻ്റെ ആ തെറ്റുകളെല്ലാം അല്ലയോ പെരിയോനെ അങ്ങ് ക്ഷമിക്കുകയില്ലേ, പുറത്തിയിടുകില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിൻ കൃപയറിയാതെ തിരസ്കരിച്ചേ നിന്നെ ഞാൻ. പലപ്പോഴും നീ എന്നെ ആലിംഗനം ചെയ്യാൻ വന്നപ്പോഴെല്ലാം ഞാൻ തന്നെ മാറി. നിൻ്റെ കൃപയറിയാതെ, നിൻ്റെ കൃപ എത്ര വലുതാണെന്നറിയാതെ നിൻ്റെ കൃപയിൽ നിന്ന് ഞാൻ തന്നെ മാറിയിരുന്നു പലപ്പോഴും. ഉത്തരകോശമംഗാധിപ കൈക്കൊള്ളുക, ഇന്ന് നീ എന്നെ കൈക്കൊള്ളുക. നായക്കൊത്ത ജീവിതം നയിച്ചിരുന്ന എൻ്റെ പിഴയെല്ലാം പുറത്ത് അല്ലയോ ഭഗവാനെ അങ്ങ് എന്നെ രക്ഷിക്കുക. അപ്പോൾ നിരന്തരം മാണിക്യവാചകരോട് പ്രാർത്ഥിക്കുകയാണ്, തൻ്റെ പിഴയെല്ലാം പുറത്ത് അല്ലയോ ഭഗവാനെ തന്നെ കാത്തുരക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഏതൊരു ഭക്തനും, ഏതൊരു ശിവഭക്തനും ചെയ്യുന്ന അതേ പ്രാർത്ഥനയാണിത്. തന്നെ കൈവിടാതെ രക്ഷിക്കുക, തൻ്റെ പിഴയെല്ലാം പൊറുക്കുക. ജീവിതത്തിൽ നാം അനേകം തെറ്റുകൾ ചെയ്യാറുണ്ട്, പിഴകൾ ചെയ്യാറുണ്ട്. ആ പിഴകളെല്ലാം ദയാലുവായ കൃപാലുവായ ഭഗവാനെ അങ്ങ് പുറത്ത് എന്നെ കൈക്കൊള്ളുക. എന്നിട്ട് പരവഴിയിലൂടെ, പരമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് ശക്തി നൽകിയാലും, അങ്ങയുടെ അടിയാനാക്കി മാറ്റി എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറയണം. കാപട്യമാർന്നോരെന്നെ മാനിച്ചൊരാളായിക്കൂട്ടി ഒപ്പം നിർത്തിയ മെയ്യെ വിട്ടുപോകുമോ നീ എന്നെ. കാളകൂടത്തെ പാനം ചെയ്തോനെ നീലകണ്ഠ ഉത്തരകോശമംഗിക്കധിപ പരമേശ ചെമ്മേനിയാർന്നവനെ പിറവി നീക്കി എന്നെ അനുഗ്രഹിച്ചാലും. അപ്പോൾ എൻ്റെ പിറവിയെ നീക്കി അങ്ങ് അനുഗ്രഹിക്കുക. എനിക്ക് ഇനിയൊരു ജന്മം തരാത്ത വിധത്തിൽ, ഇനിയൊരു ജന്മം ഉണ്ടാകാത്ത വിധത്തിൽ അങ്ങയിൽ ലയിച്ചു ചേരാൻ എന്നെ അനുഗ്രഹിക്കുക. കാപട്യമാർന്നവരെന്നെ മാനിച്ച് ഒരാളായിക്കൂട്ടി, കാപട്യമാർന്ന എന്നെ അങ്ങയുടെ അടിയന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിയല്ലോ. ഒപ്പം നിർത്തിയ മെയ്യെ, എന്നെ ഒപ്പം നിർത്തിയ, എന്നെ ആലിംഗനം ചെയ്ത അല്ലയോ ഭഗവാനെ, വിട്ടുപോകുമോ നീ എന്നെ ഒരിക്കലും വിട്ടുപോകരുതേ. എന്നെ കൂടാതെ നീ എങ്ങും പോകരുതേ. എന്നെ വിട്ട് അങ്ങ് ഒരിടത്തും പോകരുതേ എന്ന് വീണപേക്ഷിക്കുകയാണ്. കാളകൂടത്തെ പാനം ചെയ്തവനാണ് അങ്ങ്. അപ്പോൾ വിഷത്തെപ്പോലും പാനം ചെയ്തവനാണ് അങ്ങ്. അതുകൊണ്ട് വിഷലിപ്തമായ ജീവിതം നയിക്കുന്ന എന്നെ കൈക്കൊള്ളാൻ അങ്ങയ്ക്ക് ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും, അവിടുന്ന് എന്നെ കൈക്കൊണ്ട് അങ്ങയുടെ അടിയാന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിയാലും, അങ്ങനെ പരവഴിയിലൂടെ അങ്ങയോടൊത്ത് സഞ്ചരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ ഒരിക്കലും കൈവിടരുതേ ഭഗവാനെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എത്രയോ വട്ടം
പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, എന്നെ കൈവിടരുതേ. മായയിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അരുൾപ്പെരുഞ്ചോതി അകവൽ എന്ന കാവ്യത്തിൽ രാമലിംഗസ്വാമികൾ എന്ന വള്ളലാർ സ്വാമികൾ പറയുന്ന ചില ഭാഗങ്ങളെ കൂടി നമുക്ക് നോക്കാം. നോക്കൂ. പൊല്ലുറും അശുദ്ധ തൊല്ലുയർക്ക വൈകി അല്ലലിൽ അരുൾ പെരും ജ്യോതി. അഹങ്കാരാദികളിൽ സംഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ച് സംരക്ഷിക്കുന്ന അരുൾപ്പെരും ജ്യോതി, എന്നെയും രക്ഷിക്കണമേ. പുണ്യപാപങ്ങൾക്കനുസൃതമായി ദുഃഖങ്ങളും സുഖങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന അരുൾപ്പെരും ജ്യോതി, അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ. ശുദ്ധരായി കഴിഞ്ഞ രാഗദോഷ അഹങ്കാരാദികൾ നീങ്ങിയ ആത്മാക്കൾക്ക് ശിവവുമായി ഒന്നാകുന്ന ഏറ്റവും മഹത്തായ അനുഭവം നൽകി അനുഗ്രഹിക്കുന്ന അരുൾപ്പെരും ജ്യോതി, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണമേ. ഏതൊക്കെ ജീവന്മാർ ഏതൊക്കെ പാപപുണ്യങ്ങളെ സംബന്ധിച്ചാലും അവയിൽ നിന്നെല്ലാം അവരെ സംരക്ഷിക്കുന്ന അരുൾപ്പെരും ജ്യോതി അനുഗ്രഹിച്ചാലും. ശരീരസംബന്ധിയായ ദുഃഖങ്ങളെയും ദൈവീകമായ ദുഃഖങ്ങളെയും നിയന്ത്രിച്ച് മനുഷ്യരെ സംരക്ഷിക്കുന്ന അരുൾപ്പെരും ജ്യോതി, ആദിദൈവികം തുടങ്ങിയ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് അനുഗ്രഹിച്ചാലും. ശരീരസംബന്ധിയായ മായ ആഗ്രഹങ്ങൾ, കോപതാപങ്ങൾ, സുഖഭോഗങ്ങൾ തുടങ്ങിയവ അതിൻ്റെ പിടിമുറുക്കുന്നതിന് മുമ്പ് അതിനെ അടക്കി ജീവനെ സംരക്ഷിക്കാൻ അല്ലയോ അരുൾപ്പെരും ജ്യോതി, അങ്ങ് ഞങ്ങളുടെ അടുത്തേക്ക് വരിക. ജീവരാശികളെ ബന്ധിക്കുന്ന 2 കർമ്മഫലങ്ങളുടെ അനേകമായ ഫലങ്ങളെ അതിർകടക്കാതെ നിയന്ത്രിക്കുന്ന അരുൾപ്പെരും ജ്യോതി, പ്രാരബ്ധം, സഞ്ചിതം, ആഗാമിക കർമ്മങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന അല്ലയോ പുണ്യവാനായ ഭഗവാനെ, ഞങ്ങളെ കാത്തുരക്ഷിച്ചാലും. കാമത്തിൻ്റെ പ്രവർത്തനം മാത്രമായി ഒതുക്കി അതിനപ്പുറം പോയി ജീവന്മാർക്ക് ദോഷം ചെയ്യാതെ നിയന്ത്രിക്കുന്ന അരുൾപ്പെരും ജ്യോതിയെ, അങ്ങ് ഞങ്ങളെ ഈ കാമവാസനകളിൽ നിന്ന് രക്ഷിച്ചാലും. കോപം, വെറുപ്പ് തുടങ്ങിയ വികാരങ്ങളെയെല്ലാം അടക്കി അവ കൂടുതൽ ദോഷം ചെയ്യാതെ നിയന്ത്രിക്കുന്ന അരുൾപ്പെരും ജ്യോതി, ഞങ്ങളെ ഈ കോപമാകുന്ന അവസ്ഥയിൽ നിന്ന് കരകയറ്റണമേ. ഈ ദുഃഖസാഗരത്തിൽ നിന്ന് അല്ലയോ ഭഗവാൻ, ഞങ്ങളെ കരകയറ്റണമേ.